Hi friends, welcome back. നമ്മൾ ഇന്ന് ടേസ്റ്റി ആയിട്ടുള്ള ബീഫ് ഫ്രൈ ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ അതിനു വേണ്ടി ഞാൻ ഒരു പ്രഷർ കുക്കറിലേക്ക് 1 കിലോ ബീഫ് കഴുകി വൃത്തിയാക്കിയിട്ട് എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ട പൊടികളെല്ലാം ചേർത്ത് കൊടുക്കുക. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1.5 ടീസ്പൂൺ മുളക് പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1.5 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, പിന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ ഞാൻ 1.5 ടീസ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. ഉപ്പെല്ലാം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്താൽ മതി. ഇനി ഇതിലേക്ക് ഞാൻ ഇഞ്ചി ഇട്ട് കൊടുത്തിട്ടുണ്ട്. 2 ഇഞ്ച് നീളമുള്ള ഇഞ്ചി ചെറുതായി കട്ട് ചെയ്താണ് ഇട്ട് കൊടുക്കുന്നത്. അതേപോലെ തന്നെ 8-10 വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുക, ചെറുതായി കട്ട് ചെയ്ത് തന്നെ. പിന്നെ 3 പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിലേക്ക് ഞാൻ വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കുന്നില്ല. ഇനി നമുക്കിത് അടച്ചിട്ട് വേവിക്കാൻ വേണ്ടി വെക്കാം. ആദ്യത്തെ ഒരു വിസിൽ വരുന്നവരെ ഹൈ ഫ്ലെയിമിലിട്ട് വേണം വേവിച്ചെടുക്കാൻ. പിന്നെ 2-3 വിസിൽ ലോ ഫ്ലെയിമിലിട്ട് വേവിച്ചെടുക്കാം. അത് കഴിഞ്ഞിട്ട് 15 മിനിറ്റോളം പ്രഷർ കുക്കർ അനക്കാതെ വെക്കണം. അതിൻ്റെ പ്രഷറെല്ലാം പോകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ബീഫ് റെഡി ആയിട്ടുണ്ട്, വെന്തിട്ടുണ്ട്. എനിക്ക് ടോട്ടൽ 4 വിസിൽ അടിഞ്ഞിരുന്ന് തന്നെ ബീഫ് വെന്ത് കിട്ടീന്. പിന്നെ ചില സമയത്ത് ബീഫിന് വേവ് കൂടുതലുണ്ടാവും, അപ്പോൾ അതനുസരിച്ച് നിങ്ങൾ വേവിച്ചെടുക്കാം. ബീഫിന് നല്ലോണം വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതൊന്ന് വറ്റാൻ വേണ്ടിയിട്ട് ഒന്ന് ഫ്ലെയിം ഓൺ ആയി കൊടുക്കാം. അപ്പോൾ ഞാൻ നല്ലോണം വെള്ളം വറ്റിച്ചെടുത്തിട്ടുണ്ട്. ഇനി മറ്റൊരു പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് 1/4 കപ്പ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് 1/2 കപ്പോളം തേങ്ങ കുത്തില്ല, തേങ്ങ ചെറുതായി കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ തേങ്ങ ഇട്ട് കൊടുക്കണം നിർബന്ധമൊന്നുമില്ല. അപ്പോൾ ഇതൊന്ന് കളറെല്ലാം മാറി വരുന്നുണ്ട്. ഒരു 10-12 സെക്കൻഡ് ഇതേപോലെ ഇളക്കി കൊടുത്താൽ അതിൻ്റെ കളറെല്ലാം മാറി വരും. അതിനുശേഷം ഇതിലേക്ക് 2 മീഡിയം സൈസുള്ള സവാള ഇട്ട് കൊടുക്കുക. പിന്നെ അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. ആ ഉള്ളിക്ക് വേണ്ട ഒരു ഉപ്പ് മാത്രമേ അതിൽ ചേർത്ത് കൊടുക്കേണ്ടുള്ളൂ. നമ്മൾ ബീഫിന് നേരത്തെ തന്നെ ഉപ്പ് ഇട്ടതാണ്. നല്ലോണം ഇളക്കി കൊടുക്കുക. പിന്നെ ഉള്ളി നല്ലോണം വാടിയിട്ട് കിട്ടേണ്ട ആവശ്യമൊന്നുമില്ല, ഈ ഒരു പാകത്തിലായാൽ മതി. ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ച ബീഫ് ഇട്ട് കൊടുക്കുക. ഇനി ഇത് മെല്ലനെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഹൈ ടു മീഡിയം ഫ്ലെയിമിലിട്ട് വേണം ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ. അപ്പോൾ ഇതേപോലെ ഒരു 10 മിനിറ്റോളം ഞാനിങ്ങനെ വറുത്തെടുത്തിട്ടുണ്ട്. ഓരോ മിനിറ്റ് ഇടവിട്ടിട്ട് ഇങ്ങനെ ഇളക്കി കൊടുത്താൽ മതി. അപ്പോൾ ഏകദേശം ഈ ഒരു പരുവത്തിലായിട്ടുണ്ട്. ഈ സമയത്ത് ഞാൻ 2.5 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. വീട്ടിൽ നിന്ന് തന്നെ പൊടിച്ചെടുത്ത കുരുമുളക് പൊടിയാകുമ്പോൾ കൂടുതൽ ടേസ്റ്റും ഉണ്ടാവും, നല്ല എരിവും ഉണ്ടാവും. അപ്പോൾ അത് ഇടാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി മെല്ലനെ ഇതേപോലെ ഒന്ന് ഇളക്കി മറിച്ചിട്ട് കൊടുക്കുക. അന്നേരം എല്ലാ ഭാഗവും ഫ്രൈ ആയിട്ട് കിട്ടും. തുടർച്ചയായിട്ട് ഇളക്കിക്കൊണ്ട് നിൽക്കണ്ട, ഓരോ മിനിറ്റ് ഇടവിട്ടിട്ട് ഇങ്ങനെ ഒന്ന് മറിച്ചിട്ട് കൊടുത്താൽ മതി. എനിക്ക് ഓവറായിട്ട് ഡ്രൈ ആവുന്ന ഇഷ്ടമല്ല, അതുകൊണ്ട് ഞാൻ 15 മിനിറ്റ് ആയും തന്നെ ഗ്യാസ് ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൽ കൂടുതൽ ഡ്രൈ ആയിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ ഒരു 5 മിനിറ്റും കൂടി ഇതേപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. അവസാനമായിട്ട് ഞാൻ ഇതിലേക്ക് 1 ടേബിൾ സ്പൂണ് പശു നെയ്യും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് 2-3 മിനിറ്റ് ഇങ്ങനെ ലോ ഫ്ലെയിമിലിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഗ്യാസ് ഓഫ് ചെയ്യാം. നല്ല നാടൻ ബീഫ് ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളും എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, കൂട്ടുകാർക്കെല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അടുത്ത വീഡിയോയുമായി വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.